ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2024 ബന്ധപ്പെട്ട് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻറ്റ് ലോഗിൻ വഴി നിങ്ങളുടെ ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റി കീയും കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഒരു എഡിറ്റ് ഓപ്ഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എഡിറ്റ് ഓപ്ഷനിൽ എഡിറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കൊക്കെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കും അതുപോലെ റാങ്ക് ലിസ്റ്റിലേക്കും ഉൾപ്പെടാൻ സാധിക്കുന്നതായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്നത് ഗവൺമെൻറ് എയ്ഡഡിലേക്ക് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണ്. സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്ക് കൊടുത്ത വിദ്യാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റായിട്ടായിരിക്കും വരുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് എയ്ഡഡിൻ്റെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലാണ് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ നിങ്ങൾ മാൻഡേറ്ററി ഫീ നിർബന്ധമായും അടയ്ക്കുക. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും 31/7/2024 വൈകുന്നേരം 3 മണിക്കുള്ളിൽ ഏത് കോളേജിലാണോ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്, ഇപ്പോൾ സപ്ലിമെൻ്ററിയിൽ കിട്ടിയിരിക്കുന്നത്, ആ ഒരു കോളേജിൽ നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അങ്ങനെ എടുക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലഭിച്ച ഈ ഒരു അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതും അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളെ കൺസിഡർ ചെയ്യുന്നതുമല്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുന്നതിന് മുൻപേ ആയിട്ട് നിങ്ങൾ കോളേജുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഏത് ടൈമിലാണ് നിങ്ങൾ ചെല്ലേണ്ടതെന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളതെല്ലാം ക്യാൻസൽ ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ ഈ ഒരു ഹയർ ഓപ്ഷനിലുള്ള ഏതെങ്കിലും കോളേജ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് മാറേണ്ടി വരും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ കിട്ടിയിരിക്കുന്ന കോളേജ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലും നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കണം. എന്നാലും നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിൽ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് നിലനിർത്താം. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഈ ഹയർ ഓപ്ഷനിലുള്ള ഏതെങ്കിലും കോളേജ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് മാറാവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഒരു എഡിറ്റ് ഓപ്ഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിലേക്കും ഒക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് എഡിറ്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എഡിറ്റ് ചെയ്ത് കൊടുത്തെങ്കിലും നിങ്ങൾ അത് ആ ഒരു എഡിറ്റിംഗ് പൂർത്തീകരിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഫൈനൽ കൺഫർമേഷൻ നൽകിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് SMS ആയിട്ട് അവർ അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സൈറ്റിലും അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ പൂർത്തീകരിക്കാത്ത വിദ്യാർത്ഥികളെ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ പരിഗണിച്ചിട്ടില്ല. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റിലും അവരെ പരിഗണിക്കുകയില്ല എന്നാണ് പറയുന്നത്. അവർക്ക് ഇനിയും 7/8/2024 ശേഷം നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ അപേക്ഷ നിങ്ങൾക്ക് പൂർത്തീകരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ പറഞ്ഞതുപോലെ 31/7 ഇപ്പോൾ ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും പെർമനൻ്റ് ആയിട്ട് പോയി അഡ്മിഷൻ എടുക്കുക. നിങ്ങൾ ഫീസ് മുഴുവനും അടയ്ക്കേണ്ടതാണ്. എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും ഒറിജിനൽ നിങ്ങൾ കൊണ്ടുപോവുക. എന്നിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത അപ്ഡേഷൻ വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു വിവരം നൽകുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്, താങ്ക്